ഗൈസ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഐഫോൺ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 10 ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമുക്കൊരു ഐഫോൺ 14 ഐഫോൺ 13 കൂടെ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് 2 ഫോണുണ്ട്. ഐഫോൺ 14 പ്രോ ഉണ്ട്, ഐഫോൺ 13 ഉണ്ട്. അപ്പോൾ നമുക്കിത് നേരെ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇടാൻ പോവാണ്. ഇതാ ഐഫോൺ 13 ഐഫോൺ 14 പ്രോ. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. ജസ്റ്റ് 1 2 3 iPhone 13 ഇട്ടു. iPhone 14 പ്രോ. 13 ഇതേ കിടക്കുന്നത്. 13 ഇതേ ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലൊന്നും പറ്റിയിട്ടില്ല. ഫ്രണ്ട് ഓക്കെയാണ്. ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ബ്രേക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ബാക്കിൽ ഗ്ലാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് 14 പ്രോ നോക്കാം. 14 പ്രോ ഇതേ കൊടുക്കുന്നത്. അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ക്രാക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി പുറകിലൊന്നും പറ്റിയിട്ടില്ല. അതേ ചെറിയൊരു സ്ക്രാച്ച് മാത്രം. അതിൻ്റെ താഴെ വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഇത്രയും മുകളിൽ പറ്റി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഇടാൻ പോവാണ്. 13 ഇട്ടു. നെക്സ്റ്റ് 14 നോക്കാം. ഇതേ 14 പ്രോ ഇതേ ഇവിടെ തന്നെ. അതിനെന്താ പറ്റിയത്? ബേക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല. ഫ്രണ്ടിലും ഒന്നും പറ്റിയിട്ടില്ല. വർക്കിംഗ് കണ്ടീഷനൊക്കെയാണ്. ഇനി 13 എവിടെ? 13 ഇതേ കിടക്കുന്നത് 13 ഉണ്ട്. പൊട്ടിക്കുള്ളൂ. ചെതറി കിടക്കുന്നുണ്ട് അവിടെയും ഇവിടെയൊക്കെ. ബാക്ക് പൊട്ടിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നു. അതിൻ്റെ പുറകു വശം ചെതറിയിട്ടുണ്ട്. അത് ഫ്രണ്ടിലൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നോക്കിയാൽ 14 പ്രോയിൽ ഇതേ ചെറിയൊരു ബ്രേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അതനുസരിച്ച് 13 വന്നു നോക്കുന്നേരം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പണിയായിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ബട്ടണൊന്നും അമരുന്നില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാത്തവരുള്ളവർക്കും ബൈ.